എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജു. നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ എത്തുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ആദ്യകാലങ്ങളിൽ ലൈസൻസ് ഇല്ലാത്ത മൂലം വാഹനം ഓടിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമ്മൾക്ക് ഒരുപക്ഷെ അവിടെ ലൈസൻസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത്തരം അവസരങ്ങളിൽ നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് വാഹനം ഓടിക്കാൻ പറ്റുക? ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സബ്ജക്റ്റ്. വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകുന്നവർ മാത്രമല്ല, ചില ഷോർട്ട് ട്രിപ്പുകൾക്കൊക്കെ വിദേശത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഇത്തരം ലൈസൻസ് ഇല്ലാത്തത് മൂലം വാഹനം ഒരുപക്ഷെ റെന്റിന് എടുത്ത് ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നടന്നു എന്ന് വരില്ല. ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ ഫോറിൻ കൺട്രീസിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമ്മൾക്ക് എടുക്കാവുന്നതാണ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അഥവാ IDP ഉള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ തന്നെ 1 വർഷം വരെ വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ്. ഈ ലൈസൻസിന്റെ കാലാവധി 1 വർഷമാണ്. അതുപോലെ തന്നെ കാലാവധി കഴിഞ്ഞാൽ ഇത് പുതുക്കാൻ സാധിക്കുന്നതുമല്ല. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇന്ത്യയിൽ ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ അത് കിട്ടുവാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം. 2, ഇത് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, വാലിഡ് വിസ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വാലിഡ് ടിക്കറ്റും നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇന്ത്യയിലെ വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതും ഈ ലൈസൻസ് അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കിട്ടാനുള്ള നിബന്ധനകളിൽ ഉള്ളതാണ്. IDP അഥവാ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇത് നമ്മളുടെ ഒരു പ്രൂഫാണ്. നമ്മൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന, നമ്മളുടെ കൺട്രി സൈൻ ചെയ്തിരുന്ന ഒരു പ്രൂഫാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്. രണ്ടാമത്തേത്, ഈ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത് ആ കൺട്രിയുടെ ലാംഗ്വേജ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ലാംഗ്വേജ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ലൈസൻസ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തത്, ഇത് നമ്മൾക്ക് നമ്മളുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 4, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടാതെ തന്നെ നമ്മൾക്ക് ആ രാജ്യത്ത് വാഹനം ഓടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ മികച്ച ഒരു അഡ്വാൻറ്റേജ്. ഈ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഏകദേശം 150ഓളം രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു മെച്ചം. ചില കൺട്രികളിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റുകൾ ഉള്ളവരെ മാത്രമേ വാഹനം റെന്റ് എടുക്കാൻ അനുവദിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് കവർ ചെയ്യാൻ നമുക്ക് അത്യാവശ്യമാണ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 1 ഇയർ കഴിഞ്ഞാൽ പിന്നെ പുതുക്കാൻ സാധ്യമല്ല. നമ്മൾ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുന്നത് ലൈസൻസ് എടുത്ത ശേഷം ഒരു 3 മാസത്തിനുള്ളിലാണെങ്കിൽ വീണ്ടും ലൈസൻസ് അല്ലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കൺസേൺ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് ഡയറക്റ്റ് ആണ്. പല വെബ്സൈറ്റുകളും ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തുതരാം എന്നുള്ള വാഗ്ദാനവുമായി രംഗത്തുണ്ട്. എന്നാൽ ആ വെബ്സൈറ്റുകളുടെ ജെന്യൂനിറ്റി മനസ്സിലാക്കിയ ശേഷം മാത്രം അവരുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ വാലിഡ് ലൈസൻസ് ആൾക്കാർക്ക് ഇന്ത്യയിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും പ്രാക്ടിക്കലോ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റോ ലേണേഴ്സ് ടെസ്റ്റോ ഒന്നും പാസ്സാവേണ്ട കാര്യമില്ല. ഫീസ് അടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് നോക്കാം. ഇതിന്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നമ്മൾ ഡയറക്റ്റ് RTO ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഫോം 4 അല്ലെങ്കിൽ ഫോം 4 അപ്ലൈ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നൊരു ഫോം ഉണ്ടാവും. അത് നമുക്ക് വാങ്ങിച്ച് ഫില്ല് ചെയ്ത് അതിൽ പറയുന്ന ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത്
RTO ഓഫീസുകളിൽ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ലഭിക്കുന്നതാണ്. ലൈസൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഡോക്യുമെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് RTO ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പെർമിറ്റ് റെഡിയാക്കി നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഫീസ് 1000 രൂപയാണ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം നോക്കാം. ഡോക്യുമെന്റ്സ് 1 നമ്മൾ പറഞ്ഞ തന്നെ ഫോം നമ്പർ 4. 2 നമ്മളുടെ അഡ്രസ് തെളിയിക്കുന്ന പ്രൂഫ്. 3 നമ്മുടെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്. 4 നമ്മുടെ വാലിഡ് പാസ്പോർട്ട് വിത്ത് വിസ. 5 നമ്മളുടെ കോപ്പി ഓഫ് എയർ ടിക്കറ്റ്. 5 നമ്മുടെ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ്. നമ്മുടെ ഒരു ഏജ് പ്രൂഫ്, നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫ്. പിന്നെ ആപ്ലിക്കേഷൻ ഫീ ആയ 1000 rupees. അതുകൊണ്ട് തന്നെ 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന പരിവാഹൻ സൈറ്റ്, ലൈസൻസിന്റെ ആവശ്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന പരിവാഹൻ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ RTO ഓഫീസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് RTO ഓഫീസ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും സബ് RTO ഓഫീസ് സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ സെയിം ആണ്. നമ്മുടെ ലൈസൻസിന്റെ ആ സെക്ഷനിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള ടാബ് ഉണ്ടാവും. ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമായ ഡീറ്റെയിൽസ് അതിൽ ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. വേറെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ അഡ്രസ്, അതുപോലെ തന്നെ ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുക. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കിയ ശേഷം മാത്രം നമ്മൾ സൈറ്റിലേക്ക് കടന്നിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് ഈ ഡോക്യുമെന്റ്സുമായിട്ട് RTO ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ലഭിക്കുന്നതാണ്. ഈ സൈറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡ് കോർണറിൽ താഴെയായിട്ട് ഒരു ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മറുപടി ലഭിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനെ പറ്റി ഇതിലും കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്ന എല്ലാവരും തന്നെ അവിടേക്ക് പോകുന്നതിന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അപ്ലൈ ചെയ്ത് യാത്ര ചെയ്യുക. കാരണം വിദേശ രാജ്യങ്ങളിൽ എത്തി ആദ്യ സമയങ്ങളിൽ വാഹനം ഡ്യൂപ്ലിക്കേഷൻ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർക്ക് അത്ര പരമാവധി എല്ലാവരും ശ്രദ്ധിക്കും. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുകയും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.